പ്രധാനമന്ത്രിയായി എതിരാളികൾക്ക് പോലും 5 നയാ പൈസയുടെ കറപ്ഷൻ നരേന്ദ്രമോദിജി നടത്തിയതായിട്ട് ആർക്കും ആരോപണം പോലും ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. ഇതാണ് നരേന്ദ്രമോദിജി. അഴിമതി നടത്താത്തത് കൊണ്ട് ആ പണം നമ്മുടെ ഡെവലപ്മെന്റിന് ഉപയോഗിക്കുന്നു, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഭാരതം സാമ്പത്തിക ശക്തിയായി മാറി. ഈ നാട്ടിൽ 25 കോടി പാവപ്പെട്ടവർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായി മാറി, ദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമായി മാറി. ഭാരതം ഇന്ന് 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ലോകത്ത് മാറിയിരിക്കുന്നു. മാത്രമല്ല 2 വർഷത്തിനുള്ളിൽ ഭാരതം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയും 2047 ഭാരതം ലോകത്തെ 1ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു. എന്നാൽ മറുഭാഗത്ത് നോക്കൂ നിങ്ങൾ, അരവിന്ദ് കെജ്രിവാൾ, ഞാൻ സർക്കാർ വാഹനം ഉപയോഗിക്കില്ല, ഞാൻ ചെറിയ കുടിലിൽ മാത്രമേ താമസിക്കൂ, ഞാൻ ഒരു നയാ പൈസയുടെ അഴിമതി നടത്തില്ല. പക്ഷെ ഇന്ന് ഈ ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി ഇത്രയും കോടിയുടെ കുംഭകോണം നടത്തിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. അത് കെജ്രിവാളാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ഹോം ഹൗസ്, ഓൺ ഹൗസ്, അത് കൺസ്ട്രക്ട് ചെയ്യാനല്ല, മോഡിഫൈ ചെയ്യാൻ 35 crores ആണ്. അതിൽ കൂടുതൽ വരുന്ന പറയും 35 crores ദ മോഡിഫിക്കേഷൻ ഓഫ് ഹിസ് ഹൗസ് എക്സ്പെൻസ്. എന്നാൽ 35 കോടി രൂപ സ്വന്തം താൻ താമസിക്കുന്ന വീടിന് മോടി പിടിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ച അരവിന്ദ് കെജ്രിവാൾ മറുഭാഗത്ത് പാവപ്പെട്ടവർക്ക് 4 കോടി വീടുകളാണ് സൗജന്യമായി നരേന്ദ്രമോദിജി നിർമ്മിച്ചു കൊടുത്തത്. ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി നരേന്ദ്രമോദിജി ആൻഡ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നേരത്തെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ടൊരു പുതിയ ന്യൂ ഡൽഹി, അക്ഷരാർത്ഥത്തിൽ പുതിയ ഡൽഹി പടുത്തുയർത്താൻ, ഈ നാട്ടിലെ ജനങ്ങളെ ക്ഷേമം ഉയർത്തിപ്പിക്കാൻ നിങ്ങളെല്ലാവരുടെയും വിലയേറിയ വോട്ടവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തുക. എല്ലാ സൗത്ത് ഇന്ത്യൻ വോട്ടർമാരോടും ഈ സന്ദേശം അണ്ണാമലൈജി ഇവിടെ സംസാരിച്ചത്, ഞങ്ങൾ സംസാരിക്കുന്നത് എല്ലാ സൗത്ത് ഇന്ത്യൻ വോട്ടേഴ്സിൻ്റെ ഇടയിലും നിങ്ങൾ എത്തിച്ചുകൊണ്ട് നമുക്ക് ശ്യാം ശർമാജിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ അനേകം താമരകൾ വിരിയാൻ വേണ്ടി പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ വിരിയാൻ വേണ്ടി പോകുന്ന അനേകം താമരകളിൽ ഒരു താമര ഈ ഹരിനഗറിലെ താമരയാക്കി മാറ്റാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരുടെയും വോട്ടവകാശം താമരയിൽ ശ്യാംകുമാർജിക്ക് അനുകൂലമായി രേഖപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇനി അണ്ണാമലൈജിയും ഞാനും വരുന്നത് 8-ാം തീയതി ആ വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനാണ് എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.